എന്റെ മക്കളെ, ഈ കാണുന്ന ഹൗസ് ബോട്ടിലെ യാത്ര ആലപ്പുഴയിലെ കുട്ടനാട് ഒന്നും കേട്ടോ, നമ്മുടെ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്റർ പോയാൽ എത്തുന്ന സ്ഥലത്താണ് ഈ ഒരു കാഴ്ച ഉള്ളത്. അങ്ങനെ ആ കായൽക്കോടുള്ള ഈ ഒരു ഹൗസ് ബോട്ടിലെ യാത്രയും കരിമീനും കഴിക്കാൻ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്താണ്. വണ്ടി വിട്. അപ്പൊ ഇന്ന് ഞങ്ങളുള്ളത് കോഴിക്കോടിന്റെ കുട്ടനാടിനാണ്. കോഴിക്കോടിന്റെ ആലപ്പുഴ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതാ ഈ ഒരു ചേട്ടൻ ലൈവായിട്ട് ഈ ഒരു പുഴ നല്ല അടിപൊളി കരിമീൻ അങ്ങ് പിടിച്ചു വരും. ഈ ഒരു കരിമീൻ ഇട്ടിട്ടാണ് ഇന്ന് ഞാൻ ഫുഡിന് പൊരിക്കുന്നത് കേട്ടോ. ഞാനാണ് പൊരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് ഒളപ്പാറുള്ള തെക്കേപ്പുറം ബോട്ട് സർവീസിലാണ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒളോപ്പാറിലാണ്. അടിപൊളിയായ സ്ഥലം. ഇത് നമ്മുടെ നാട്ടിൽ ശരിക്കും ആലപ്പുഴയ്ക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കോഴിക്കോട് ഇനി ആലപ്പുഴ. ഇവിടെ വന്നാൽ ആദ്യം തന്നെയല്ല, ഈ ഒരു ഷിക്കാരി ബോട്ടിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. ഒരു 10, 17, 20 ആളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഈ ഒരു ഷിക്കാരി ബോട്ടിൽ ഇവിടെ നിന്ന് അടിപൊളി കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പോണത് ഇവരുടെ ഹൗസ് ബോട്ട് നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ ബോട്ട് നമ്മൾ കയറാൻ പോണത് ആ കാണുന്ന ബോട്ടിലേക്കാണ്, ആ ഗംഭീര ബോട്ടിലേക്കാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഓഫീസിനോ മീറ്റിങ്ങിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റിയൊരു കിഡിലൻ ഹൗസ് ബോട്ട്. നാട്ടിലൊക്കെ ഞങ്ങൾ സൈലന്റ് ആയിട്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഒറ്റ സമയത്താണ് ഞങ്ങൾ എത്തിയത്. ഒന്നും നോക്കില്ല, നേരെ വിട്ട് അടുക്കളയ്ക്ക്. അവിടെ നിന്ന് ലൈവായിട്ട് പിടിച്ച കരിമീൻ അങ്ങ് പൊള്ളിച്ചെടുത്തു. നോർമലി ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെ പോയാലേ അവിടുത്തെ ഫുഡ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെടില്ല കേട്ടോ. പക്ഷെ ഇത് നമ്മളെ ടേസ്റ്റിൽ അടിപൊളി ഫുഡായിരുന്നു. ഒരു AC വെച്ച റൂമും അവൈലബിൾ ആണ്. നല്ല അടിപൊളി കണ്ടീഷനിൽ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവർ ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഭാഗ്യത്തിന് പുറത്ത് അത്യാവശ്യം നല്ല മഴ കിട്ടി. ഈ ഒരു സീന്